ഹായ് എവ്രിവൺ, എൻ്റെ പേര് ദേവനന്ദ പി വി. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കാണ്. ജെനറ്റിക്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻഹെറിറ്റൻസ് എന്ന് ഞാൻ പഠിപ്പിച്ചു. ഇനി നമ്മൾ നോക്കുന്ന എവല്യൂഷൻ. അപ്പൊ എവല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി നമ്മളുടെ ലൈഫിന്റെ ഹിസ്റ്ററി ആണ് ബേസിക്കലി നമ്മൾ നോക്കണം. ഓക്കെ, എന്നുവെച്ചാൽ നമ്മളുടെ ലൈഫ് എങ്ങനെ ഇവോൾവ് ആയി. അതായത് നിങ്ങൾ സ്റ്റോറീസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ കുരങ്ങന്മാർ നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് ആണ്. അത് ശരിയാണ്. നമ്മൾ കുരങ്ങന്മാർ പോലെയായിരുന്നു ഏറ്റവും ആദ്യം എന്താ പറയാ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. അപ്പൊ എവല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? എവല്യൂഷണറി ബയോളജി എന്ന് പറയുന്നത് അതൊരു ബ്രാഞ്ച് ഓഫ് ലൈഫ് സയൻസ് ആണ്. അതെന്താ, നമ്മൾ ലൈഫ് എങ്ങനെ ഒറിജിനായി, എന്നിട്ട് ആ ലൈഫ് ഒറിജിനായിട്ട് എങ്ങനെ ഇവോൾവ് ചെയ്ത് ഇപ്പോഴത്തെ ഡിഫറെന്റ് വേരിയസ് ഫോംസ് ഓൺ ലൈഫ് ഈ എർത്തിൽ ഉണ്ടാവുന്നു. അതാണ് എവല്യൂഷണറി ബയോളജി. പിന്നെ ഇത് ആക്ച്വലി എന്താ, എവല്യൂഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ ഹിസ്റ്ററി പോലെ. അതായത് കുറെ ഹിഡൻ പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ട് നമ്മളുടെ ബോഡിയിൽ. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മളുടെ മറ്റേ ബാക്ക് ബോണിന്റെ അടിയിൽ മറ്റേ ടെയിലിന്റെ റെമിനൻസ് ഉണ്ടെന്ന്. അതായത് ഇറ്റ് സിഗ്നിഫൈസ് എന്താ, നമ്മൾ എന്താ പറയാ മങ്കീസിന്റെ എന്താ പറയാ ഫ്രണ്ട് ആൻസിസ്റ്റേഴ്സ് ആണെന്നാണ്. അപ്പൊ എവല്യൂഷൻ ആക്ച്വലി സ്ലോ ആണ്, പക്ഷെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് വിച്ച് നെവർ സ്റ്റോപ്സ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാണ്ട് ഒറിജിൻ ഓഫ് ലൈഫ്. അപ്പൊ ലൈഫ് ആക്ച്വലി എന്താ, ഈ എർത്ത് ഫോം ചെയ്തത് എന്താ, ഒരു 3800 to 4200 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. അപ്പൊ ഈ ഡേറ്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. അതായത് ഇത് ഡയറക്റ്റ് ചോദിക്കുന്നതാണ് NCERT-യിൽ. ഇനി ഫസ്റ്റ് ലൈഫ് ഇവോൾവ് ചെയ്തത് അറൌണ്ട് 3800 to 4200 മില്യൺ ഇയേഴ്സ് എഗോ. അപ്പൊ കുറെ തിയറീസ് ഉണ്ട് നമ്മളുടെ ഈ ഒറിജിൻ ഓഫ് ലൈഫിന് വേണ്ടി. ബിഗ് ബാങ് തിയറി, തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ, തിയറി ഓഫ് ഇറ്റേണിറ്റി, അങ്ങനെ കുറെ ഉണ്ട്. നമുക്ക് ഓരോ തിയറി ജസ്റ്റ് സൂപ്പർഫിഷ്യലായി നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ തിയറി എന്ന് പറയുന്നത് എന്താ, അതാണ് ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് ആക്ച്വലി ആബ് ലെമറ്റേർ എന്ന സയന്റിസ്റ്റ് ആണ് പ്രൊപ്പോസ് ചെയ്തത്. അപ്പൊ ഈ തിയറി അനുസരിച്ച് നമ്മളുടെ യൂണിവേഴ്സ് 15 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ഉണ്ടായിരിക്കണം. എന്ത് കാരണം? ഒരു ഡെൻസ് എൻറ്റൈറ്റി ഉണ്ടായിരുന്നു നമ്മളുടെ യൂണിവേഴ്സിൽ. അതിന്റെ ഒരു എക്സ്പ്ലോഷൻ, തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ കാരണമാണ് ഈ എന്താ പറയാ ഈ സോളാർ സിസ്റ്റം ഒക്കെ ഇങ്ങനെ ഉണ്ടായേക്കണം. അപ്പൊ സോളാർ സിസ്റ്റം ഒറിജിൻ ചെയ്തത് 4.6 ബില്യൺ ഇയേഴ്സ് എഗോ എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് ഈ ഒരു എക്സ്പ്ലോഷൻ കഴിഞ്ഞപ്പോ എന്തുണ്ടായി, ഗേഷ്യസ് ക്ലൗഡ്സ് ഉണ്ടായി. ഈ ഗേഷ്യസ് ക്ലൗഡ്സ് പിന്നെ കൊലാപ്സ് ചെയ്ത് കണ്ടൻസ് ചെയ്ത് ഒരു ഫ്ലാറ്റ് ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായി, മേഡപ്പ് ഓഫ് ആറ്റംസ്. ഈ ഫ്ലാറ്റ് ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് സോളാർ നെബുല. ഓക്കെ, അപ്പോ ഇതാണ് എന്താ പറയാ ബിഗ് ബാങ് തിയറി. അത് കഴിഞ്ഞിട്ടുള്ള തിയറിയാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. അതായത് ഫാദർ സുവാരസ് ആണ് ഇതിന്റെ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ടർ. അപ്പൊ ബൈബിൾ അനുസരിച്ച് നമുക്കറിയാം നമ്മളുടെ ലൈഫും എല്ലാം നമ്മളുടെ ദൈവമാണ് സൃഷ്ടിച്ച് in 6 days. അങ്ങനെയാണ് ഫാദർ സുവാരസ് പറയുന്നത്. പക്ഷെ ഹിന്ദു മിത്തോളജി നമുക്കറിയാം, ഹിന്ദുസിനനുസരിച്ച് നമ്മളുടെ ലോകം കണ്ടുപിടിച്ച ബ്രഹ്മാവാന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ പക്ഷെ ഈ തിയറി അനുസരിച്ച് ആ ഒറിജിൻ കഴിഞ്ഞിട്ട് ലൈഫിന് ഒരു ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയണം. പക്ഷെ ഈ തിയറിക്ക് ഒരു സയന്റിഫിക് എവിഡൻസ് ഉണ്ടായിരുന്നില്ല. അത് കാരണം തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ എന്താ ആക്സെപ്റ്റ് ചെയ്തില്ല. ഇനി അടുത്തത് കോസ്മോസോയിക് തിയറി. കോസ്മോസോയിക് തിയറി പ്രൊപ്പോസ് ചെയ്തത് റിക്ടർ ആൻഡ് സപ്പോർട്ടഡ് ബൈ അർഹീനിയസ്. അപ്പൊ ഇതിലെന്താ, നമ്മളെ പ്രോട്ടോപ്ലാസം എർത്തിലെത്തി, സ്പോർട്സ് വഴി നമ്മൾ പ്രോട്ടോപ്ലാസം ഏതൊരു പാർട്ട് ഓഫ് യൂണിവേഴ്സിനും സ്പോർട്സ് നമ്മളുടെ എന്താ ഈ കോസ്മിക് ഡസ്റ്റ് വഴി എത്തി നമ്മളുടെ എർത്തിൽ. അതാണ് പിന്നെ വേരിയസ് ഫോംസ് ഓഫ് ലൈഫ് ഉണ്ടാക്കിയെന്ന് പറയണം. ഇതാണ് കോസ്മോസോയിക് തിയറി. തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ പറഞ്ഞു, ബിഗ് ബാങ് തിയറി പറഞ്ഞു, പിന്നെ കോസ്മോസോയിക് തിയറി പറഞ്ഞു. ഇനി പാൻസ്പെർമിയ തിയറി. പാൻസ്പെർമിയ തിയറി എന്ന് പറയുന്നത് എന്താ, അർഹീനിയസ് ആണ് പ്രൊപ്പോസ് ചെയ്തത്. അത് ഈ തിയറി അനുസരിച്ച് ഓർഗാനിസംസ് എന്താ പണ്ടേ തൊട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ സ്പോർട്സ് ആക്ച്വലി എന്താ ഫ്രീലി ട്രാവൽ ചെയ്യും സ്പേസിൽ.
ഒരു സ്റ്റാർ ടു അനദർ സ്റ്റാർ. തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഉണ്ട്. അത് ആക്ച്വലി സപ്പോർട്ട് ചെയ്തതെന്ന് തെയിൽസ്, അരിസ്റ്റോട്ടിൽ എന്ന ആൾക്കാരാണ്. അത് ഡീറ്റെയിൽ ആയി പഠിക്കണ്ട. പിന്നെ തിയറി ഓഫ് ബയോജെനസിസ് ഉണ്ട്. ഇത്രയധികം തിയറീസ് ഉണ്ട്. പിന്നെ മോഡേൺ തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ്, ഇതാണ് ആക്ച്വലി ഹെക്കല് പ്രൊപ്പോസ് ചെയ്തത്. ഈ തിയറി അനുസരിച്ച് ലൈഫ് എന്താ, ഈ കമ്പോസിഷൻ ഓഫ് കെമിക്കൽസ് എന്നാണ് ലൈഫ് ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ പാരൻസ് തിയറി ഉണ്ട്, ഓൾസോ നോൺ ആസ് പ്രൈമറി ബയോജെനസിസ്. ഇതൊക്കെയാണ് എന്ത് തിയറി. പിന്നെ മില്ലേഴ്സ് എക്സ്പെരിമെന്റ് ഉണ്ട്. അപ്പൊ അതും നോക്കാം. ആ ഡീറ്റെയിൽ നോക്കാം. അതിന് മുമ്പ് ഇതുവരെ പറഞ്ഞത് എഴുതാം. ദ ബ്രാഞ്ച് ഓഫ് ലൈഫ് സയൻസ് ഫോർ ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ലൈഫ്. അതിനെ എന്താ പറയുക, ബയോ എവല്യൂഷൻ. പിന്നെ വേറൊരു കാര്യം ഓർത്തേക്കുന്ന, എവല്യൂഷൻ അല്ല ആക്ച്വലി ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. പക്ഷെ കണ്ടിന്യൂസ് പ്രോസസ്സ്, അത് ഒരിക്കലും നിൽക്കില്ല. അതായത് കൺസിസ്റ്റൻസി ഇൻ ദ എവല്യൂഷൻ. നിങ്ങൾ പഠിക്കണ പോലത്തെ കൺസിസ്റ്റൻസി അല്ല. ഓക്കെ. ഇനി നമുക്ക് ഒറിജിൻ ഓഫ് ലൈഫ് ആണ് നോക്കേണ്ടത്. അപ്പോൾ എർത്ത് ഫോം ചെയ്തത് ആക്ച്വലി 3800 to 4200 മില്യൺ ഇയേഴ്സ് അഗോ. ഇപ്പൊ ഫസ്റ്റ് തിയറി എന്താ, ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി അനുസരിച്ച് ഞാൻ പറഞ്ഞു എന്താ, ഒരു തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷന് കഴിഞ്ഞിട്ടാണ് എന്താ പറയാ യൂണിവേഴ്സ് ഉണ്ടായത്. ഓക്കെ. ഇങ്ങനെയാണ് നമ്മുടെ ബിഗ് ബാങ് തിയറി. അത് കഴിഞ്ഞ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ, അത് ഇതിന്റെ സപ്പോർട്ടർ ഫാദർ സുവാരസ് ആയിരുന്നു. അക്കോർഡിംഗ് ടു ബൈബിൾ, ലൈഫ് ആൻഡ് എവറിത്തിങ് വാസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് ഇൻ 6 days. ഓക്കെ. അത് കഴിഞ്ഞ അടുത്ത തിയറിയാണ് കോസ്മോസോയിക് തിയറി. ഇപ്പൊ കോസ്മോസോയിക് തിയറി അനുസരിച്ച് ഇത് ആദ്യം പ്രപ്പോസ് ചെയ്ത റിച്ചർ ആണ്. പ്രോട്ടോപ്ലാസം നമ്മൾ എർത്തിലെത്തി, അങ്ങനെ സ്പോർസ് വഴി, കോസ്മിക് ഡസ്റ്റ്. ഓക്കെ. ഇതാണ് കോസ്മോസോയിക് തിയറി. പിന്നെ പാൻസ്പെർമിയ തിയറി ഉണ്ട്. പാൻസ്പെർമിയ തിയറി പ്രപ്പോസ് ചെയ്ത അർഹീനിയസ് ആണ്. അപ്പൊ ഈ തിയറി അനുസരിച്ച് നമ്മളുടെ ഓർഗാനിസംസ് യൂണിവേഴ്സിന്റെ എല്ലാ മുക്കിലും കോണയിലും ഉണ്ട്. പക്ഷെ അവര് ഫ്രീലി ട്രാവൽ ചെയ്യും അവരുടെ സ്പോർട്സ്, ഒരു സ്റ്റാറിൽ നിന്ന് വേറെ സ്റ്റാറിൽ. ഇനിയാണ് ഓട്ടോജെനസിസ് അല്ലെങ്കിൽ തിയറി ഓഫ് എന്താ ബയോജെനസിസ്. അപ്പൊ ഇത് ആക്ച്വലി സപ്പോർട്ട് ചെയ്തിരുന്ന ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ്. അതായത് തെയിൽസ്, സീനോഫെയിൻസ്, അല്ലെങ്കിൽ പിന്നെന്താ നമ്മളുടെ അരിസ്റ്റോട്ടിൽ, ഇവരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. അവര് ബിലീവ് ചെയ്തെന്താ, ലൈഫ് നോൺ ലിവിങ് തിങ്സ് എന്നാണ് സ്പോണ്ടേനിയസ്ലി ഉണ്ടാവുന്നത്. അതായത് ഈ നൈൽ റിവറിന്റെ ഒക്കെ മഡ് കൊണ്ട്, ഈ ചളി കൊണ്ടാണ് ഈ ഫ്രോഗും സ്നേക്സും ക്രോക്കഡൈൽസ് ഒക്കെ ഉണ്ടായത്. പിന്നെ ഈ ബയോജെനസിസ് വോൺ ഹെൽമണ്ട് സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ആള് പറഞ്ഞു നമ്മളുടെ ഈ ഒരു ഡേർട്ടി ഷർട്ട് സോക്ക് ചെയ്ത്, അതായത് നമ്മളുടെ ഒരു മുഷിഞ്ഞ ഒരു തുണി, അതായത് വേർപ്പക്കൾ മുഷിഞ്ഞ തുണി ഒരു വീറ്റ് ബാണിന്റെ ഉള്ളിൽ 21 ദിവസം വെച്ച് കഴിഞ്ഞാൽ അവിടെ മൈസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കുറെ അത് കഴിഞ്ഞ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഡിസപ്രൂവ് ചെയ്തിരുന്നു. ഫ്രാൻസിസ്കോ റെഡ്ഡി, ലസാറോ സ്പാലൻസാനി ആൻഡ് ലൂയിസ് പാസ്ചർ ആണ് ഇത് ഡിസപ്രൂവ് ചെയ്തത്. ഓക്കെ. സ്പോണ്ടേനിയസ് ജനറേഷൻ, അതെന്താ, ഈ ബയോജെനസിസ്, അവര് ബിലീവ് ചെയ്യുന്നത് എന്താ, ഈ ലൈഫ് നോൺ ലിവിങ് തിങ്സ് എന്നാണ് ഉണ്ടാവുന്നത്. വോൺ ഹെൽമണ്ട് എന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ച എന്താ, ഈ മൈസ് ഫോർമേഷൻ, എന്ത്, ഈ ഡേർട്ടി ക്ലോത്ത്സ് എന്ന്. ഓക്കെ. അപ്പൊ ഇതാണ് എന്ത്, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. അത് കഴിഞ്ഞിട്ടാണ് തിയറി ഓഫ് എന്താ പറയാ ബയോജെനസിസ്. തിയറി ഓഫ് ബയോജെനസിസ് എന്ന് പറയുന്നതിൽ ഈ പുതിയ ഓർഗാനിസംസ് പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് എന്നാണ് എന്താ പറയാ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ തിയറി നമ്മളുടെ പഴയ തിയറിയായ സ്പോണ്ടേനിയസ് ജനറേഷനെ റിജക്ട് ചെയ്തു. പക്ഷെ ഇവർക്ക് ഈ ഒറിജിൻ ഓഫ് ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇതിന് കുറെ സയന്റിസ്റ്റുകൾ എന്താ പറയാ എക്സ്പെരിമെന്റ്സ് ചെയ്തിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. തിയറി ഓഫ് ബയോജെനസിസ് ആണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഫ്രാൻസിസ്കോ റെഡ്ഡിയുടെ എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഫ്രാൻസിസ്കോ റെഡ്ഡി എന്ത് ചെയ്തു, ഈ 3 എന്താ പറയാ ജാറില് ഈ കുക്ക് ചെയ്ത മീറ്റ് എടുത്തു. ഒരു ജാറ് കവർ ചെയ്യാണ്ട് വെച്ചു, രണ്ടാമത്തെ ഒരു തുണി വെച്ച് കവർ ചെയ്തു, മൂന്നാമത്തെ എയർ ടൈറ്റ് ആയ കണ്ടെയ്നറിൽ കവർ ചെയ്ത് വെച്ചു. അപ്പൊ ഇയാൾ കുറെ ദിവസം കഴിഞ്ഞ് ഇയാൾ ശ്രദ്ധിച്ചു, ഈ മാഗോട്സ് എന്ന് പറയുന്ന
ഈ ശവങ്ങൾ അല്ലെങ്കിൽ ഈ ചത്ത എന്താ പറയാ ഡെഡ് ബോഡികളിലൊക്കെ വരുന്ന പ്രാണിയാണ് മാഗോട്സ്. ആ മാഗോട്സ് എന്താ ആകെ അൺകവേർഡ് ജാറിൽ മാത്രമേ വന്നു, പക്ഷെ ക്ലോസ്ഡ് ആയ ജാറിൽ വരുന്നില്ല. അപ്പൊ ഇത് പ്രൂവ് ചെയ്തു എന്താ ലാർവി ഫോം ആയത് എന്താ ഈ ഫ്ലൈസ് എവിടെ ഓപ്പൺ ജാർസിൽ എന്താ പറയാ ഇതിട്ടപ്പോഴാ. അപ്പൊ മീറ്റ് ഈ ക്ലോസ് ജാറിൽ ഇട്ട സാധനത്തിന് ഫ്ലൈസിന് അകത്തേക്ക് കടക്കാൻ പറ്റിയില്ല. അത് കാരണം ഈ തിയറി പറയുന്നു ലൈഫ് എന്താ പറയാ ഒറിജിനേറ്റഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്രാൻസിസ്കോ റെഡ്ഡിയുടെ എക്സ്പെരിമെന്റ് തിയറി ഓഫ് ബയോജെനസിസ്. രണ്ടാമത്തെ സയന്റിസ്റ്റ് ലസാറോ സ്പാലൻസാനി. സ്പാലൻസാനി എന്ത് ചെയ്തു, ഒരു സ്റ്റെറൈൽ സൂപ്പ് ഉണ്ടാക്കി. എങ്ങനെ ഈ വെജിറ്റബിൾസ് മീറ്റ് എല്ലാം ബോയിൽ ചെയ്ത് ഒരു സ്റ്റെറൈൽ ന്യൂട്രീറ്റീവ് സൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് അതെന്താ ഈ എയർ സീൽ ഫ്ലാസ്കിലും ഇട്ടു. ചിലത് ഈ ലൂസ് ഈ കോർക്കൊക്കെ വെച്ച് മൂടിയ ലൂസ് എയർ കടക്കാവുന്ന രീതിയിലുള്ള ഫ്ലാസ്കിലിട്ടു. അപ്പൊ അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ് ഇയാൾ എന്ത് കണ്ട്, ഈ സീൽഡ് ഫ്ലാസ്ക് എന്താ അതേപോലെ തന്നെ ഇരുന്നു ആ സൂപ്പ്. പക്ഷെ ഈ ചില എയർ ഓപ്പൺ ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്ലാസ്കിൽ ഇട്ടതിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെന്താ പറഞ്ഞ, അപ്പൊ ഇയാൾ പറഞ്ഞു മൈക്രോ ഓർഗാനിസംസ് ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് വൺസ് ഇൻ എയർ റാദർ ദാൻ സ്പോണ്ടേനിയസ്ലി. ഓക്കെ, അത് സ്പാലൻസാനി പറഞ്ഞു. ഈ മൂന്നാമതൊരു സയന്റിസ്റ്റ് ഉണ്ട്, ലൂയിസ് പാസ്ചർ. നിങ്ങൾക്ക് അറിയാം പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ച ലൂയിസ് പാസ്ചർ എന്ന് പറഞ്ഞു ജേം തിയറി ഓഫ് ഡിസീസസ്. ഇയാൾ എന്ത് ചെയ്തു, ഒരു സ്റ്റെറൈൽ സിറപ്പ് ഉണ്ടാക്കി ഷുഗറും ഈസ്റ്റും ചേർന്ന് ബോയിൽ ചെയ്തു. എന്നിട്ട് രണ്ട് ഫ്ലാസ്ക് എടുത്തു. ഒരെണ്ണത്തിൽ എന്താ ഒരു സ്വാൻ ഷേപ്ഡ്, സ്വാനിന്റെ നെക്കൊക്കെ വളഞ്ഞിരിക്കില്ലേ, അങ്ങനത്തെ ഒരു നെക്ക് എടുത്തു. മറ്റേതിന്റെ സ്ട്രെയിറ്റ് പൊട്ടിയ ഒരു ബ്രോക്കൺ നെക്ക്. അപ്പൊ എന്താ ഈ ലൈഫ് ഈ സ്വാൻ നെക്കിൽ വന്നില്ല. കാരണം എന്താ ഈ കേർവ്ഡ് ആയിട്ടുള്ള ഇതിന്റെ നെക്ക് ആയതുകൊണ്ട് അവിടെ ഈ പാർട്ടിക്കിൾസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ട്രാപ്പായി. അപ്പോൾ ഫിൽട്ടർ പോലെ അത് വർക്ക് ചെയ്തു. പക്ഷെ ഈ ബ്രോക്കൺ ആയിട്ടുള്ള അതിന്റെ പിടിയില്ലേ, അതിൽ എന്തുണ്ടായി, ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഗ്രോ ചെയ്തു. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്പാലൻസാനിയുടെ ഇത് എഴുതാം. ഓക്കെ, ഇതാണ് സ്പാലൻസാനിയുടെ എക്സ്പെരിമെന്റ്. മൂന്നാമത്തെ ആണ് നമ്മളുടെ ലൂയിസ് പാസ്ചറിന്റെ എക്സ്പെരിമെന്റ്. അപ്പോ നമ്മളുടെ സ്വാൻ നെക്ക് ഫ്ലാസ്കിൽ എന്താ ലൈഫ് ഉണ്ടായില്ല. കാരണം എന്താ ആ കർവ്ഡ് ഷേപ്പ് പാർട്ടിൽ എന്താ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. പക്ഷെ ഈ ബ്രോക്കൻ നെക്കിൽ എന്താ ഇത് ഡയറക്റ്റ് എന്താ ഈ കോളനീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പഴയ കുറെ തിയറീസ് ഓഫ് എന്താ ഒറിജിൻ ഓഫ് ലൈഫ്. ഏറ്റവും ആദ്യം ബിഗ് ബാങ് തിയറി പറഞ്ഞു, തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ പറഞ്ഞു, കോസ്മോസോയിക് തിയറി പറഞ്ഞു, പാൻസ്പെർമിയ തിയറി പറഞ്ഞു, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. അതിലെന്താ ഈ എബയോട്ടിക്, അതായത് നോൺ ലിവിങ് തിങ്സ് എന്നാണ് എന്തുണ്ടാകുന്നത്, നമ്മളുടെ ലൈഫ് ഉണ്ടാവും. തെയിൽസും പ്ലൂട്ടും ആണ് അത് ആക്ച്വലി പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തിയറി ഓഫ് ബയോജെനസിസ്. തിയറി ഓഫ് ബയോജെനസിസ് ആക്ച്വലി ഇതിനെ തിയറി ഓഫ് ഈ ബയോജെനസിസിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന തിയറിയാണ്, റിജക്ട് ചെയ്ത തിയറിയാണ്. ഈ തിയറി അനുസരിച്ച് ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് എന്നാണ് എന്തുണ്ടാവുന്നത്, നമ്മളുടെ ഇത് ലൈഫ്. ഓക്കെ, അതിന് 3 സയന്റിസ്റ്റുകൾ എക്സ്പെരിമെന്റ്സ് തന്നിരുന്നു. ഒന്ന് തിയറി ഓഫ് സ്പോണ്ടേനിയസ്, ഫ്രാൻസിസ്കോ റെഡ്ഡി. ഒരു കുക്ക്ഡ് മീറ്റ് 3 ജാറിൽ വെച്ചിട്ട് ഫ്രാൻസിസ്കോ റെഡ്ഡി പറഞ്ഞിരുന്നു. പിന്നെന്താ പറയാ, ഓക്കെ, ലസാറോ സ്പാലൻസാനി. അത് കഴിഞ്ഞ് നമ്മളുടെ ആര് വന്നു, ലൂയിസ് പാസ്ചർ. ലൂയിസ് പാസ്ചർ എന്താ ഒരു സ്റ്റെറിലൈസ്ഡ് സൂപ്പ് ഉണ്ടാക്കി ഷുഗറും ഈസ്റ്റും വെച്ച്. അതിന്നാണ് പിന്നെന്ത് ഈ ഒരു ബ്രോക്കൻ നെക്കുള്ള ഫ്ലാസ്ക് കൊടുത്തു, നോർമൽ കർവ്ഡ് ആയിട്ടുള്ള നെക്കുള്ള ഫ്ലാസ്ക് കൊടുത്തു. അപ്പോ ഈ ലൈഫ് അപ്പിയർ ചെയ്തതില് ഈ ബ്രോക്കൺ ആയിട്ടുള്ള ഫ്ലാസ്കില്, ഈ കർവ്ഡ് ആയിട്ടുള്ള എന്താ ഇത് ട്രാപ്പായിരുന്നു. നമ്മള് ഫിൽറ്റർ പോലെ ആക്ട് ചെയ്ത് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ട്രാപ്പ് ആവും. ഓക്കെ, നമുക്ക് അടുത്ത തിയറി, ഇപ്പൊ പുതിയ തിയറി ഏതാ അത് നോക്കാം നമുക്ക്. അതാണ് നമ്മൾ മോഡേൺ തിയറി ഓഫ് ലൈഫ്. മോഡേൺ തിയറി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് മോഡേൺ തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ്. ഇത് ആക്ച്വലി ഹെക്കലാണ് പ്രപ്പോസ് ചെയ്തത്. ഈ തിയറി അനുസരിച്ച് എന്താ ഈ ലൈഫ് കുറെ കെമിക്കൽസിന്റെ കോമ്പോസിഷൻ ഉണ്ട്, അതിന്ന് ഉണ്ടായെന്ന് പറഞ്ഞു. കെമിക്കൽ കോമ്പോസിഷൻ എന്നാണ് എന്താ പറയാ ലൈഫ് ഉണ്ടായത്.
ഇതിന്റെ ഇപ്പൊ ഒപ്പാരൻ ഒരു തിയറി കൊടുത്തിരുന്നു, അതാണ് പ്രൈമറി ബയോജനസിസ്. അപ്പൊ അത് ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് തിയറിയാണ്. ഇപ്പൊ ഫസ്റ്റ് ലൈഫ് നമ്മളുടെ ഓഷ്യൻസിലുണ്ടായി. അപ്പൊ വാട്ടർ എന്താ ഒറിജിൻ ഓഫ് ലൈഫിന് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മള് മൂണിൽ എന്താ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അവിടെ ലൈഫ് ഇല്ല. അപ്പൊ ഈ ഒറിജിൻ ഓഫ് ലൈഫുള്ള ഉണ്ടായ സമയത്ത് എന്താ ഫ്രീ ഓക്സിജൻ ആബ്സെന്റ് ആയിരുന്നു. അത് കാരണം ഫസ്റ്റ് ലൈഫ് എനൈറോബിക് ആണ് ഉണ്ടായത്. എനൈറോബിക് ഓർഗാനിസംസ് ആണ് ഫസ്റ്റ് ഉണ്ടായത്. അപ്പൊ കുറെ കഴിഞ്ഞ് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടായി, പിന്നെ ഫ്രീ ഓക്സിജൻ വന്നു. പക്ഷെ ഓക്സിജൻ കൺസപ്ഷൻ കൂടുതലായതുകൊണ്ട് എന്താ പറയാ അറ്റ്മോസ്ഫിയർ ആക്ച്വലി റെഡ്യൂസിങ് ആയിരുന്നു. അപ്പോ ഈ തിയറി അനുസരിച്ച് 4 സാധനങ്ങൾ വേണം എന്താ പറയാ ലൈഫ് ഉണ്ടാവാൻ. അതായത് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വിത്ത് ലിറ്റിൽ ഓർ നോ ഓക്സിജൻ. പിന്നെ കുറെ കെമിക്കൽസ് വേണം, അതായത് വെള്ളം വേണം, പിന്നെ കുറച്ച് ഇൻഓർഗാനിക് ആൻഡ് ഓർഗാനിക് മോളിക്യൂൾസ് വേണം. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ച് എനർജി സോഴ്സ് വേണം, പിന്നെ കുറച്ച് ഇൻഫൈനൈറ്റ് ടൈം വേണം. ഈ എനർജി ആക്ച്വലി കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻ, വോൾക്കാനിക് ഇറപ്ഷൻസ്, ഇവിടെ നിന്നൊക്കെ എനർജി ഉണ്ടാവും. പിന്നെ ഈ മോളിക്യൂൾസ് ഒക്കെ ഉണ്ടാവുക അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും. റെഡ്യൂസിങ് നേച്ചർ ആയതുകൊണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഉള്ള ഓക്സിജൻ ആറ്റംസ് എന്തായിട്ട് കമ്പൈൻ ചെയ്ത് വെള്ളം ഉണ്ടാക്കും. അപ്പൊ ഓക്സിജൻ ആറ്റംസ് എന്താ ഇല്ല, ഫ്രീ ഓക്സിജൻ ഉണ്ടാവാറില്ല. അപ്പൊ ഇതിനു വേണ്ടി മോഡേൺ തിയറി ഓഫ് ലൈഫിന്റെ എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്ത ഒരാളുണ്ട്, മില്ലർ. ആ മില്ലർ എന്ത് ചെയ്തു എന്നറിയോ? ഒരു ഫ്ലാസ്ക് എടുത്തു, അതിന്റെ ഉള്ളില് മീത്തേനും അമോണിയം ഹൈഡ്രജൻ എന്താ 2:1:2 റേഷ്യോയില് 0 ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടു. ഈ പ്രൊപ്പോർഷൻ ഓഫ് ഗ്യാസസ് ആണ് നമ്മളുടെ ഈ ഒറിജിൻ ഓഫ് ലൈഫ് ഉണ്ടായ സമയത്ത് നമ്മളെ എൻവയോൺമെന്റിൽ ഉണ്ടായിരുന്ന ഇത്രയും ഗ്യാസസ് ആണ്. അപ്പൊ ഈ ഈ ഫ്ലാസ്ക് പിന്നെ വേറൊരു ചെറിയൊരു ഫ്ലാസ്ക് ആയി കണക്ട് ചെയ്യും, അതിൽ വെള്ളം ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ വലിയ ഫ്ലാസ്കിൽ നേരത്തെ ഗ്യാസ് ഒക്കെ മിക്സ് ചെയ്ത് വലിയ ഗ്യാസിൽ നമ്മൾ 2 ഇലക്ട്രോഡ്സും മെയ്ഡ് ഓഫ് ടങ്സ്റ്റൻ ഫിറ്റ് ചെയ്യും. എന്നിട്ട് കുറച്ച് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ 7 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ വാട്ടർ ഒക്കെ വേപ്പർ ഒക്കെ കണ്ടൻസ് ചെയ്ത് ഒരു റെഡ് സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന കാണും. ഈ റെഡ് സബ്സ്റ്റൻസ് നമ്മൾ നോക്കിയപ്പോൾ എന്താ, അത് ആക്ച്വലി അമിനോ ആസിഡ് ന്യൂക്ലിയസ് ചെയ്യുന്ന നൈട്രോജൻ ബേസസ് ആണ്. ഈ ന്യൂക്ലിയസിലൊക്കെ കാണുന്ന സെല്ലിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് കണ്ടത്. ഈ അപ്പാരറ്റസ് മില്ലർ ഉപയോഗിച്ചതിനെയാണ് നമ്മൾ സ്പാർക്ക് ഡിസ്ചാർജ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എന്താ പറയാ നമ്മളുടെ ഇത് ഉണ്ടായത്, മോഡേൺ തിയറി ഓഫ് എവല്യൂഷൻ. ഇത് ഫോർമുലേറ്റ് ചെയ്ത ആരാ? ഹെയ്ക്കലാണ്. ഓക്കെ, ഇത് ആദ്യം പ്രപ്പോസ് ചെയ്ത റഷ്യൻ സയന്റിസ്റ്റ് ആണ്, ഒപ്പാരനും ഹാൽഡെയ്നും ആണ്. ഓക്കെ, അപ്പൊ ഈ തിയറി അനുസരിച്ച് കുറെ കെമിക്കൽസിന്റെ കോമ്പോസിഷൻ കൊണ്ടാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോ നമ്മൾ ഫസ്റ്റ് ലൈഫ് എപ്പോഴാ വെള്ളത്തിന്റെ ഉള്ളിലാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഓക്സിജൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം വെള്ളം എസെൻഷ്യലാ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളെ മൂണിൽ എന്താ ലൈഫ് ഇല്ലാത്തത്? അവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ലൈഫ് ഒന്നും ഇല്ലാത്തത്. മനസ്സിലായല്ലോ? ഫസ്റ്റ് ലൈഫ് എന്തായിരുന്നു? എനൈറോബിക് ആയിരുന്നു. അപ്പൊ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ ഓക്സിജൻ ഉണ്ടായിരുന്നു, പക്ഷെ ഓക്സിജൻ എന്താ ഈ വെള്ളമായിട്ട് ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്ത് വെള്ളം ഉണ്ടാവും. അപ്പൊ 4 ബേസിക് റിക്വയർമെന്റ്സ് എന്താ ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയുള്ള 4 ബേസിക് റിക്വയർമെന്റ്സ് ആണ്. പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ, കുറെ കെമിക്കൽസ്, എനർജി സോഴ്സ്, ഇൻഫൈനൈറ്റ് ടൈം. റൈറ്റ്, കെമിക്കൽസ്, പിന്നെ എനർജി സോഴ്സ്, പിന്നെന്താ ഇൻഫൈനൈറ്റ് ടൈം. ഓക്കെ, ഈ എനർജി സോഴ്സ് എവിടുന്നാ വന്നത്? അത് ആക്ച്വലി സോളാർ റേഡിയേഷൻ, വോൾക്കാനിക് ഇറപ്ഷൻസ്, അവിടെ നിന്നാണ് എനർജി സോഴ്സ് ഉണ്ടായത്. സോളാർ റേഡിയേഷൻസ്, വോൾക്കാനിക് ഇറപ്ഷൻസ് എക്സെട്ര. ഓക്കെ, ഇനി ഇതിന് വേണ്ടിയിട്ടാണ് മറ്റേ മില്ലർ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടാക്കിയിരുന്നത്. മില്ലർ ഒരു ഫ്ലാസ്കിൽ എന്താ അമോണിയ, മീത്തേൻ, വെള്ളവും ഹൈഡ്രജനും കൂടി മിക്സ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ആ ഫ്ലാസ്ക്, വലിയ ഫ്ലാസ്ക് ഒരു ചെറിയ ഫ്ലാസ്ക് ആയി കണക്റ്റഡ് ആണ്. ആ ചെറിയ ഫ്ലാസ്കിൽ വെള്ളമുണ്ട്. അപ്പൊ ഈ വലിയ ഫ്ലാസ്കിൽ എന്താ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ 2 ഇലക്ട്രോഡ്സ് കൊണ്ട് എന്താ ഈ ഇലക്ട്രിക് ഡിസ്ചാർജ്, അതായത് സ്പാർക്ക് ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പൊ അത് കാരണം ഈ ഗ്യാസസ് കണ്ടൻസ് ചെയ്ത് വെള്ളമായി വരും. എന്നിട്ട് ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വരും. അത് കഴിഞ്ഞ് എന്താ 7 ദിവസം കഴിഞ്ഞപ്പോ അയാൾ എന്താ കണ്ട്,
ഇത് കണ്ടു, എന്ത്, ഒരു റെഡ് കളർ സാധനം, അതിൽ ആക്ച്വലി ബേസിക്കലി അമിനോ ആസിഡ്സ് ഒക്കെ നൈട്രോജൻ ബേസിസ് ആയിരുന്നു ഈ സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന സംഭവങ്ങൾ. അപ്പൊ അങ്ങനെയാണ് മനസ്സിലായ ഇങ്ങനെയാണ് ലൈഫ് ഉണ്ടാവുന്നതെന്ന്. ഈ റേഷ്യോ ഓർത്ത് വെക്കണം, 2:1:2. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, കുറെ തിയറീസ് ഓഫ് എവല്യൂഷൻ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ NCERT നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ഒറിജിൻ ഓഫ് ലൈഫിന്റെ ഇത്. അപ്പൊ എവല്യൂഷണറി ബയോളജി ആണ് എന്ത്, സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത് ആണ് എവല്യൂഷണറി ബയോളജി. അപ്പൊ നമ്മൾ സ്റ്റെല്ലാർ ഡിസ്റ്റൻസസ് ഒക്കെ മെഷർ ചെയ്തിരുന്നു ലൈറ്റ് ഇയേഴ്സിൽ. ഒറിജിൻ ഓഫ് ലൈഫ് ആക്ച്വലി യുണീക്ക് ഇവന്റ് ആണ്. അബൌട്ട് ഓൾമോസ്റ്റ് 20 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ് മറ്റേ യൂണിവേഴ്സ് ഉണ്ടായത്. ഇനി ഈ കുറെ ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ് ആണ് നമ്മൾ യൂണിവേഴ്സ് ഉണ്ടാക്കണം. അപ്പൊ ഒരു തിയറി, ഫസ്റ്റ് തിയറി എന്താ, ബിഗ് ബാങ് തിയറി. ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ കാരണമാണ് യൂണിവേഴ്സ് ഉണ്ടായെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ടെമ്പറേച്ചറും കുറഞ്ഞു. ആ എക്സ്പ്ലോഷൻ കഴിഞ്ഞ സമയത്ത് ടെമ്പറേച്ചറും കുറഞ്ഞു. അപ്പോഴാണ് ഹൈഡ്രജൻ ഹീലിയം ഫോം ചെയ്തത്. ഇനി ഈ ഗ്യാസസ് എന്താ, ഈ ഗ്രാവിറ്റി കാരണം എന്താ കണ്ടൻസ് ചെയ്ത് എന്തുണ്ടായി, ഗാലക്സീസ് ഉണ്ടായി. അപ്പൊ സോളാർ സിസ്റ്റത്തിൽ എന്താ, എർത്ത് വാസ് സപ്പോസ് ടു ബി ഫോം 4.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ്. ആ സമയത്ത് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന എന്താ, ഈ വാട്ടർ വേപ്പറും മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അത് ഈ നമ്മളുടെ വോൾക്കാനോ ഇറപ്ഷൻസ് ഒക്കെ മെൽറ്റ് ചെയ്തുണ്ടാവുന്ന സംഭവങ്ങളായിരുന്നു. ഫോർമേഷൻ 20 ബില്യൺ ഇയേഴ്സ് ഒക്കെ യൂണിവേഴ്സ് ഉണ്ടായി. പക്ഷെ ഈ ലൈഫ് ഉണ്ടായത് എപ്പോഴാ, 500 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് എർത്ത്, ദാറ്റ് ഈസ് 4 ബില്യൺ ഇയേഴ്സ് ബാക്ക്. പിന്നെ ചില പാൻസ്പെർമിയ തിയറി ഉണ്ട്. അതനുസരിച്ച് എന്താ, ഈ യൂണിറ്റ്സ് ഓഫ് ലൈഫ് ആയി സ്പോർട്സ് പല പ്ലാനറ്റ്സിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് എന്താ പറയാ ലൈഫ് ഉണ്ടായെന്നും പറയുന്നുണ്ട്. പിന്നെ ലൂയിസ് പാസ്ചറും എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു, ഞാൻ പറഞ്ഞോളൂ. പിന്നെ തിയറി ഓഫ് ബയോജനസിസ് ആണ് കാരൻ ഓഫ് റഷ്യ, ഹാൽഡെയ്ൻ ഓഫ് ഇംഗ്ലണ്ട് ഫസ്റ്റ് ആയി പ്രൊപ്പോസ് ചെയ്തത്. അതായത് ലൈഫ് എന്താ, പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവും. അതായത് ഫോർമേഷൻ ഓഫ് ലൈഫ് എന്താ എപ്പോഴും ഈ കെമിക്കൽ എവല്യൂഷൻ മുമ്പാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി മില്ലറിന്റെ എക്സ്പെരിമെന്റ് ആണിത് പറഞ്ഞത്, മനസ്സിലായല്ലോ. ഇനി എവിഡൻസസ് ഫോർ എവല്യൂഷൻ ആണ് നോക്കുന്നത്. എവിഡൻസ് എന്ന് പറയുന്നത് എന്താ, ആക്ച്വലി പല ടൈപ്പ് എവിഡൻസ് ഉണ്ട് ഈ ഓർഗാനിക് എവല്യൂഷൻ. ഫസ്റ്റ് പാലിയന്റോളജിക്കൽ, പിന്നെ അനാറ്റമി, മോർഫോളജി, പിന്നെ ഫിസിയോളജി, ബയോകെമിസ്ട്രി, എംബ്രിയോളജിക്കൽ. ഇതൊക്കെ നോക്കിയിട്ടാണ് എന്താ പറയാ എവിഡൻസ് കണ്ടുപിടിച്ചത്. അപ്പോ സ്റ്റഡി ഓഫ് ഫോസിൽസ് ആണ് പാലിയന്റോളജി. അപ്പൊ ബീർബൽ സഹാനിയാണ് എന്താ ആക്ച്വലി എന്താ ഒരു ഫേമസ് ആണ് ഇന്ത്യൻ പാലിയന്റോളജിയില്. 2 ബ്രാഞ്ചസ് ഉണ്ട് പാലിയന്റോളജിക്ക്. അതാണ് പാലിയോ ബോട്ടണി, പാലിയോ സുവോളജി. ബോട്ടണി പ്ലാന്റ് ഫോസിൽസ് കണ്ടുപിടിക്കും. പാലിയോ സുവോളജി സ്റ്റഡി ഓഫ് ആനിമൽ ഫോസിൽസ്. ഓക്കെ, ഇനി പാലിയന്റോളജിക്കൽ എവിഡൻസസ് ഫസ്റ്റ് കണ്ടുപിടിച്ച ചാൾസ് ഡാർവിനാണ്. ഡയറക്റ്റ് എവിഡൻസ് ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇതിൽ പല ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട് ഫോസിലൈസേഷൻ. ഫോസിൽ ഉണ്ടാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പ്രിസർവേഷൻ, അല്ലെങ്കിൽ പെട്രിഫിക്കേഷൻ, അല്ലെങ്കിൽ മോൾസ്, കാസ്റ്റ്, ഇംപ്രഷൻ, മമ്മീസ്, ട്രാക്സ്. പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഈ ഫോസിലിന്റെ ഏജ് കണ്ടുപിടിക്കും. അതങ്ങനെ ഈ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് കാർബൺ ഐസോടോപ്സിന് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ഏജ് ഓഫ് ഫോസിൽസ് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിനെയാണ് കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോസിൽസ് ആക്ച്വലി എന്താ പഴയ റോക്സിലൊക്കെ കാണാമെങ്കിൽ നമ്മളുടെ മണ്ണിന്റെ അടിയിൽ അല്ലെങ്കിൽ എന്താ വെള്ളത്തിന്റെ അടിയിൽ ഡീപ്പായി കാണാം. അപ്പോൾ ബിഗിനിങ്ങിൽ ആക്ച്വലി യൂണിസെല്ലുലാർ പ്രോട്ടോസോവൻസ് ആണ് ഫോം ചെയ്ത്, അത് പിന്നെ മൾട്ടിസെല്ലുലാർ ആയി മാറി. അപ്പൊ കുറെ ഫോസിൽസ് ഉണ്ട്. ഈ 2 ഗ്രൂപ്പിനെയും കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന 2 ഫോസിൽ ഗ്രൂപ്പ്സ് ഉണ്ട്. പിന്നെ ആൻജിയോസ്പേംസ് ഉണ്ട്. ഈ പ്ലാന്റ്സും അനിമൽസും തമ്മിലുള്ള കണക്ഷൻ, അത് കാരണം ഫോസിൽസ് വഴി നമുക്ക് കുറെ എവല്യൂഷണറി പെഡിഗ്രി പഠിക്കാൻ പറ്റി. ഇനി ഇതിന്റെ എക്സ്പെരിമെന്റൽ പ്രൂഫാണ് എന്ത് നമുക്ക് തന്നത് ആരാ, പാരൻസ് തിയറിയുടെ എക്സ്പെരിമെന്റ് പ്രൂഫാണ് മില്ലർ തന്നത്. അതുപോലെ തന്നെ ഈ കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് മോർഫോളജിയിൽ എന്താ നമുക്ക് ഈ
കുറെ സ്കെൽട്ടൺ ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് വെച്ച് നമുക്ക് എന്താ ഈ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും നമുക്ക് പഠിക്കാം ക്യാരക്ടേഴ്സ് തമ്മിലുള്ള. അപ്പോൾ സിമിലാരിറ്റീസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹോമോലോഗിയും അനലോഗിയും. ഹോമോലോഗി എന്ന് പറയുന്നത് എന്താ, അത് ആക്ച്വലി സെയിം ഒറിജിൻ ആണ് അവർക്ക്, പക്ഷെ അവരുടെ അപ്പിയറൻസും ഫങ്ഷനും സിമിലർ ആവണമെന്ന് ഇല്ല. അതായത് അവരുടെ എംബ്രിയോണിക് ഒറിജിൻ ഒരു കോമൺ ഒറിജിൻ ആയിരിക്കും, പക്ഷെ അവര് പല ഡിഫറെന്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യും. അതിനെയാണ് ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഹോമോലോഗസ് ഓർഗൻസ് ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത് എന്താ, സിമിലർ ഇൻ അപ്പിയറൻസ് ആൻഡ് ഫങ്ഷൻ അല്ല, അവർക്ക് സിമിലാരിറ്റി ബേസ്ഡും കോമൺ ഒറിജിൻ ആണെങ്കിൽ എംബ്രിയോണിക്കൽ ഒറിജിൻ. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഫോർ ലിംസ് ഓഫ് മാമൽസ്. അതായത് പല മാമൽസ് ഉണ്ട്, ഹോഴ്സ്, ബാറ്റ്, വെയിൽ, സീല്, മാൻ. ഇതെല്ലാം എന്താ മാമൽസ് ആണ്, പക്ഷെ അവരുടെ ഫോർ ലിംസ് എന്താ, അവരുടെ ഫങ്ഷൻ വ്യത്യാസം. ഒറിജിൻ സെയിം ആണെങ്കിൽ അവരുടെ ഫങ്ഷൻ വ്യത്യാസമാണ്. ഹോഴ്സിന്റെ അപ്പിയറൻസ് എന്താ, ഫുട്ടാണ് ഫോർ ലിംബ്. അതെന്തിനു ഉപയോഗിക്കും, റണ്ണിങ്ങിന്. ഓക്കെ, അത് കഴിഞ്ഞാൽ ബാറ്റിന്റെ ഫോർ ലിംബ് ആക്ച്വലി വിങ്സ് ആണ്. അതെന്താണ്, ഫ്ലൈയിങ്ങിന് സഹായിക്കും. പക്ഷെ അവരുടെ ഒറിജിൻ സെയിം ആണ്, പക്ഷെ അവരുടെ ഇത് ഡിഫറെന്റ് ആണ്, ഫങ്ഷൻസും അപ്പിയറൻസും ഡിഫറെന്റ് ആണ്. പിന്നെ വെയിൽ ഒരു മാമലാണ്, പക്ഷെ അവർക്ക് എന്താ പാഡിൽസ് ആണുള്ളത്. പാഡിൽസ് എന്തിനാ, സ്വിമ്മിങ്ങിന് സഹായിക്കും. പിന്നെ സീലിന് ഫ്ലിപ്പർ ആണ്, അതും എന്താ സ്വിമ്മിങ്ങിന് സഹായിക്കും. പിന്നെ ഉള്ളത് നമ്മളുടെ മാനിൽ ആക്ച്വലി ഹാൻഡ് ആണ് ഫോർ ലിംബ്. അതെന്താ ഹോൾഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എഴുതാനൊക്കെ സഹായിക്കണതാണ് ഇത്. പിന്നെ വേറെ ഉള്ള എക്സാമ്പിൾ ലെഗ്സ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്. രണ്ടാമത്തെ എക്സാമ്പിൾ ലെഗ്സ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്, അതായത് കോക്രോച്ചും ഹണിബീ. കോക്രോച്ചിന്റെ ലെഗ്സ് എന്തിനാ, അത് ആക്ച്വലി നടക്കാൻ വോക്ക് ചെയ്യാൻ സഹായിക്കും. പക്ഷെ ഹണിബീ എന്തിനാ, അത് പോളൻ കളക്ഷൻ. ഓക്കെ, ഇനി മൗത്ത് പാർട്സ് ഓഫ് ഇൻസെക്ട്സ്. അതായത് കോക്രോച്ചിന് അത് ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ആണ് ഫങ്ഷൻ. ഹണിബീല് എന്താ ചൂയിങ്ങും ലാപ്പിങ്ങും. മോസ്കിറ്റോന് അത് പിയേഴ്സിങ് ആൻഡ് സക്കിങ്. ഓക്കെ, ഇതാണ് ഹോമോലോഗി. ഇനി അടുത്തതാണ് അനലോഗസ് ഓർഗൻസ്. അനലോഗസ് എന്ന് പറയുന്നത് എന്താ, അവരുടെ ഫങ്ഷൻ കാരണം സിമിലർ ആയിരിക്കും, പക്ഷെ അവരുടെ ഒറിജിൻ എന്തായിരിക്കും, ഡിഫറെന്റ് ഒറിജിൻ ആയിരിക്കും. അതായത് ഇറ്റ് സിമിലാരിറ്റി ഇൻ എന്ത് ഓർഗൻസ് ബേസ്ഡ് ഓൺ സിമിലർ ഫങ്ഷൻ, പക്ഷെ ഒറിജിൻ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഇതിന്റെ എക്സാമ്പിൾ ആണ് വിങ്സ് ഓഫ് ബാറ്റും ബേർഡും. അത് കാണുമ്പോ എന്താ ഒരേപോലെ ഫ്ലൈ ചെയ്യാനാണ്, പക്ഷെ അവരുടെ ഒറിജിൻ എന്താ, ബാറ്റിന്റെ അത് ഫോർ ലിംബ്, ബേർഡ്സിന്റെ അത് ആക്ച്വലി എന്താ ഫോർ ലിംബ് തന്നെയാണ്, പക്ഷെ അത് അനലോഗസ് ടു വിങ്സ് ഓഫ് ഇൻസെക്ട്സ്, അവർക്ക് വിങ്സ് തന്നെയാണ്. പിന്നെ പെൽവിക് ഫിൻസ് ഓഫ് ഫിഷും ഫ്ലിപ്പർ ഓഫ് സീലും, അത് ഫങ്ഷൻ സെയിം ആ, പക്ഷെ ഒറിജിൻ ഡിഫറെന്റ് അല്ല. Pelvic fins of fish and flipper of seal. Hands of man and trunk of elephants. Potato, sweet potato. Okay. അത്രയുള്ള ഇന്നത്തെ ക്ലാസ്. ബാക്കി ക്ലാസ് ഞാൻ നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ പഠിച്ചൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയാ, എവല്യൂഷൻ പഠിച്ചു. അതെന്താ ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെങ്കിൽ ഫോർ ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് ആണത് അല്ലെ. അതിൽ ഡിഫറെന്റ് ലൈഫ് ഫോംസ് ഉണ്ട് എർത്തില്, അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവല്യൂഷൻ പഠിക്കണം. പക്ഷെ എവല്യൂഷൻ എന്ന ഒരു സ്ലോ പ്രോസസ് ആണ്, പക്ഷെ ബട്ട് യെറ്റ് എന്താ കണ്ടിന്യൂസ് ആണ്. പിന്നെ ഒറിജിൻ ഓഫ് ലൈഫ് പഠിച്ചു, പല തിയറീസ് പഠിച്ചു. പിന്നെ നമ്മളിപ്പോ എവിഡൻസ് ഓഫ് എവല്യൂഷൻ. ഓക്കെ, എവിഡൻസ് ഞാൻ പറഞ്ഞ എംബ്രിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്, പാലിയോntological എവിഡൻസ് ഉണ്ട്. പിന്നെ റോക്സിന്റെ ഏജ് അനുസരിച്ച് നമുക്ക് പഠിക്കാം. മനസ്സിലായല്ലോ, അത് കാർബൺ ഡേറ്റിംഗ് വഴി. പിന്നെ പല ഫോസിൽസിനെ കുറിച്ച് പഠിക്കാം നമുക്ക്, പാലിയോntology. പിന്നെ എംബ്രിയോളജിക്കൽ സപ്പോർട്ട് ഉണ്ട്. പിന്നെ അനലോഗസ്, ഹോമോലോഗസ് പഠിച്ചു. ഹോമോലോഗസ് എന്ന് പറയുന്നത് സെയിം ഒറിജിൻ പക്ഷെ ഡിഫറെന്റ് ഫങ്ഷൻ ആണ്. ഓക്കെ, അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത് എന്താ, അവർക്ക് സെയിം ഫങ്ഷൻ ആയിരിക്കും, പക്ഷെ അവരുടെ എന്താ ഒറിജിൻ എന്താ ഡിഫറെന്റ് ആയിരുന്നു. മനസ്സിലായല്ലോ. ഓക്കെ,
അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.